പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ വിജയികളായി. ശ്രീകൃഷ്ണനായിരുന്നു പാണ്ഡവരുടെ വിജയശില്പി. അങ്ങനെ അടർക്കളത്തിൽ നിന്നും യാത്രയാകും മുമ്പ് ശ്രീകൃഷ്ണൻ അർജുനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, പാർത്ഥ, യുദ്ധത്തിൽ ജയിച്ചവർ ഒരു രാത്രി തോറ്റവരുടെ താവളത്തിൽ കഴിയണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൗരവരുടെ താവളത്തിലേക്ക് പോകാം. അർജുനൻ അത് സമ്മതിച്ചു. അങ്ങനെ താമസിയാതെ ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവർ കൗരവരുടെ താവളത്തിലേക്ക് യാത്രയായി. അർജുനൻ്റെ രഥത്തിലായിരുന്നു യാത്ര. കൗരവരുടെ താവളത്തിൽ എത്താറായപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവരെ എല്ലാം അടുത്ത് വിളിച്ചു. പിന്നീട് അർജുനനോട് ഗാണ്ഡീവവും മറ്റ് ആയുധങ്ങളൊക്കെ എടുത്ത് താഴെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. താവളത്തിലെത്താൻ കുറച്ച് ദൂരം കൂടിയുണ്ട്. പിന്നെ എന്തിനാണാവോ ശ്രീകൃഷ്ണൻ തന്നോട് രഥത്തിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നത്? അർജുനന് സംശയമായി. അർജുനൻ മനസ്സോടെ രഥത്തിൽ നിന്ന് ഇറങ്ങി. മറ്റുള്ളവരും താഴെ ഇറങ്ങി. തൊട്ടു പിന്നാലെ അതുവരെ രഥം തെളിച്ചിരുന്ന ശ്രീകൃഷ്ണനും ചമ്മട്ടിയും കടിഞ്ഞാണുമായിട്ട് രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി. പെട്ടെന്ന് ഒരു അത്ഭുതം കണ്ട് പാണ്ഡവർ വിസ്മയിച്ചുപോയി. രഥത്തിൻ്റെ കൊടിയിലുണ്ടായിരുന്ന ഹനുമാൻ അതാ ആകാശത്തേക്ക് ഉയരുകയാണ്. അടുത്ത നിമിഷത്തിൽ രഥം കത്തിക്കരിഞ്ഞ് ഒരു പിടി ചാരായിട്ട് മാറി. ആ കാഴ്ച കണ്ട് അർജുനൻ്റെ കണ്ണ് നിറഞ്ഞു. ഗാണ്ഡവദാഹത്തിനും മഹാഭാരത യുദ്ധത്തിനും തന്നെ സഹായിച്ച രഥവും കുതിരകളും അല്ലേ കത്തിക്കരിഞ്ഞു പോയത്? കൃഷ്ണ, എന്താണിത്? അഗ്നിദേവൻ എനിക്ക് സമ്മാനിച്ച തേരാണിത്. ദിവ്യമായ ആ തേര്. പാർത്ഥൻ്റെ കണ്ടിടറി. ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ്, പാർത്ഥ, രഥം അതിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞു. യുദ്ധത്തിനിടയിൽ എത്രയോ ദിവ്യാസ്ത്രങ്ങളെയാണ് നിന്റെ രഥം തടഞ്ഞു നിർത്തിയത്. ബ്രഹ്മാസ്ത്രത്തിന് പോലും അതിനെ തകർക്കാൻ കഴിഞ്ഞോ? അതേ അർജുന, ഓരോ സൃഷ്ടിക്കും ഓരോ ലക്ഷ്യമുണ്ട്. എൻ്റെയും നിൻ്റെയൊക്കെ കാര്യം അതുപോലെയാണ്. ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ ലോകത്ത് അവയെ ആവശ്യമില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ട രഥത്തെ ഓർത്ത് നീ വിഷമിക്കേണ്ട. അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകൾ അർജുനന് ആശ്വാസമായി. മാത്രമല്ല, ജീവിതത്തിൽ വലിയൊരു പാഠം പാർത്ഥൻ പഠിക്കുകയും ചെയ്തു.